സാംസ്കാരിക കേരളത്തിന്റെ അകത്തും പുറത്തുമായി അനേകം പണ്ഡിത മഹത്തുക്കളെ സമുദായത്തിനർപ്പിച്ച പ്രദേശമാണ് അരീക്കാട്. പതിറ്റാണ്ടുകളായി സമൂഹത്തിന് പ്രഗത്ഭ നിർമ്മിതികളിൽ നിർണായക പങ്കുവഹിച്ച കാട്ടേരി തറവാടിന്റെ പ്രതിനിധിയായി അദ്ദേഹം നിലകൊണ്ടു. തന്റെ കർമ്മമണ്ഡലങ്ങളിൽ സുത്യർഹവും സരസവുമായ പ്രവർത്തനങ്ങൾ കൊണ്ട് ഭാവി നിർമ്മാണത്തിന് വെള്ളവും വളവും നൽകിയ പ്രഗത്ഭനായ പണ്ഡിതൻ എന്നതിലുപരി കൃത്യനിർവഹണത്തിന്റെ ഭാഗമായി ഇന്ത്യക്കകത്തും പുറത്തും പ്രഭാഷണ വേദികൾ കൈകാര്യം ചെയ്യുന്നതിലും മികച്ച പ്രാഗൽഭ്യം തെളിയിച്ചവരായിരുന്നു ഹാജി കെ അബ്ദുൽ ഖാദർ മുസ്ലിയാർ. കാട്ടേരി എന്ന് പേര് കേട്ട പണ്ഡിത കുടുംബത്തിൽ കക്കാട്ടിൽ മൊയ്തീൻകുട്ടി മുസ്ലിയാരുടെയും ബിയൂട്ടിയുമ്മയുടെയും മകനായി തലക്കടത്തൂരിന്റെ സമീപ പ്രദേശമായ അരീക്കാട്ടിന്റെ മണ്ണിൽ 1939 ഉസ്താദ് പിറവികൊണ്ടു. പാണ്ഡിത്യത്തിന്റെ മഹോന്നതി പ്രാപിച്ച കുടുംബത്തിലെ ഒരംഗമായ ഉസ്താദ് ചെറുപ്പത്തിൽ തന്നെ പിതാവിന്റെ തർബീയത്തിലായിട്ടാണ് വളർന്നു വന്നത്. പിന്നെ മലപ്പുറം ജില്ലയിലെ കേരളത്തിന്റെ അകത്തും പുറത്തും അറിയപ്പെടുന്ന ഒരാളാണ്. അതൊന്ന് രാമനാട്ടുകര പിന്നെ മുദ്രശൈവന്ന് നമ്മളെ ഡിമിക്കുന്നതിന് പോയിട്ട് വളവിലുള്ള അവിടെ കുറേ കാലം മുദ്രശൈവന്ന് ആ നേതൃത്വത്തിൽ പിന്നെ ബോംബൈക്ക് ഇവിടുത്തെ അരീക്കാട്ട് കുറേ ആൾക്കാരുണ്ട്. ബോംബൈക്ക് വാല്യനുണ്ടായി. ബോംബൈ ഫ്ലൈറ്റിൽ വിമാനത്തിലാണ് വാല്യനുണ്ടായത്. അവിടെ ഒരു ആലിസ് പ്രസംഗം നടത്തി. അടിപൊളി വലിയ പ്രസംഗമായിട്ട് വലിയ വയസ്സൊക്കെയുള്ള ആളാണ്. മുമ്പൊരും നമ്മളെ കേരളത്തിൽ അറിയപ്പെടുന്ന വെയിൽത്തറ ഇവരൊക്കെ കണ്ട ഒരു സ്റ്റേജിലാണ് അടിപൊളി അരീക്കാട്, പറപ്പൂത്തടം, അതിനുശേഷം തലക്കടത്തൂർ എന്നീ പള്ളി ദർസുകളിലായിരുന്നു ഉസ്താദിന്റെ പ്രാഥമിക പഠനങ്ങൾ. ദയൂബന്ദിയിലെ ദാറുൽ ഉലൂം കോളേജിൽ സമസ്തയുടെ പ്രസിഡന്റുമാരിൽ സുപ്രധാനിയായ അസ്ഹരി തങ്ങളുടെയും പിന്നീട് പാനൂർ തങ്ങൾ, പൊന്മള മൊയ്തീൻകുട്ടി മുസ്ലിയാർ, മൂസ മുസ്ലിയാർ എന്നിവരുടെ ദർസുകളിലായിരുന്നു ഉസ്താദ് തുടർ പഠനം നടത്തിയത്. നേരത്താണ് പിന്നെ ഉസ്താദ് ദൈവബന്ധു എന്ന് പറഞ്ഞത്. ദർസ് തുടങ്ങിയത് കോടമ്പുഴ എന്ന സ്ഥലം. ഫറൂഖിന് പുറത്താണ് കോടമ്പുഴ. ഫറൂഖ് പേടിലാണ്. അവിടെയാണ് ദർസ് ആദ്യം തുടങ്ങിയത്, കോടമ്പുഴയിൽ. 1961 ദയൂബന്ദിൽ നിന്നും ഖാസിമി ബിരുദം കരഗതമാക്കിയതോടെ പ്രവർത്തന ഗോതയിലേക്ക് മുന്നിട്ടിറങ്ങുകയായിരുന്നു ഉസ്താദ്. 1.5 പതിറ്റാണ്ട് കാലം ദീനീ വിഷയങ്ങളിൽ പ്രാഗൽഭ്യം നേടിയ ശേഷം അധ്യാപന ജീവിതത്തിലേക്കായിരുന്നു ഉസ്താദിന്റെ ആഗമനം. മഹനീയ ഗുരുക്കന്മാരുടെ ആശീർവാദത്തോടെ ആദ്യമായി കരുവാരക്കുണ്ട് പ്രദേശത്തിലെ തരിഷ് എന്ന സ്ഥലത്ത് ഉസ്താദ് ദർസ് ആരംഭിച്ചു. പിന്നീട് ഫറൂഖിന്റെ സമീപ പ്രദേശമായ കോടാമ്പുയയിൽ ദർസ് നടത്തുകയായിരുന്നു. അതിനെ തുടർന്ന് ചെമ്മൽ മഹല്ലിലും ഉസ്താദിന്റെ മഹാപാണ്ഡിത്യത്താൽ ഗുരുവൈഭവം തുടർത്തിക്കൊണ്ടുപോയി. 1963 മുതലാണ് ഉസ്താദ് കുറുവങ്ങോത്ത് മഹല്ലുമായി ബന്ധം ഊഷ്മളമായി തീരുന്നത്. 1963 മാർച്ച് 15 കുറുവങ്ങോത്ത് മഹല്ലിലെ കാരണവരും പ്രമുഖനും പൗരപ്രമാണിയുമായ ബാവ ഹാജിയുടെ മകളായ ബി ഫാത്തിമ തന്റെ ജീവിത പങ്കാളിയായി കടന്നുവരുന്നു. ഇവിടം മുതൽ ചരിത്രത്തിന്റെ ഒരു ഗതിമാറ്റത്തിന് പ്രാരംഭം കുറിക്കുകയാണ്. അരീക്കാട്ടുകാരനായിരുന്ന ഹാജി കെ അബ്ദുൽ ഖാദർ മുസ്ലിയാർ വിവാഹാനന്തരം പിന്നീട് കുറുവങ്ങോത്ത് മഹല്ലിൽ സ്ഥിരതാമസമാക്കി. 1976 മുതൽ കുറുവങ്ങോത്ത് മഹല്ലിന്റെ പ്രസിഡന്റും ഖാദിയുമായി നിയമിതനായി. പിന്നീടങ്ങോട്ട് മുഴുവൻ സമയവും ഈ മഹല്ലിന്റെ പുരോഗമന പ്രവർത്തനത്തിലായിരുന്നു. മഹല്ല് പള്ളി നവീകരിക്കുവാൻ ഏറെ നാൾ ഉസ്താദ് കിണഞ്ഞു പരിശ്രമിച്ചു. അതിലുപരി കൈരളിയർക്ക് സമന്വയ വിദ്യാഭ്യാസ നാമ്പുകൾ പടർത്തിയ ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ മാതൃക രൂപേണയുള്ള ഒരു സഹസ്ഥാപനം കെട്ടിപ്പടുക്കാനുള്ള ഓട്ടപ്പാച്ചിലായിരുന്നു ഉസ്താദ് അവറുകൾ. ശിലാസ്ഥാപനം മുതൽ സ്ഥാപനത്തിന്റെ പരിപൂർണമായ കാര്യങ്ങളിലും ഉസ്താദായിരുന്നു ചുക്കാൻ പിടിച്ചത്. 2004 ഈ സ്ഥാപനത്തിന്റെ തുടക്കം കുറിച്ചിട്ടുള്ളത്. നമ്മുടെ ഖ്യാതന്യരും ബഹുമാന്യരുമായ ഈ മഹല്ലത്തിന്റെ എല്ലാമായ ദീർഘകാലം ഈ മഹല്ലത്തിന് കാൽസ്ഥാനം വഹിക്കുകയും
ഈ മഹല്ലത്തിന്റെയും ഈ സ്ഥാപനത്തിന്റെയും പുരോഗതിക്ക് വേണ്ടി ധാരാളം പ്രവർത്തിക്കുകയും ചെയ്ത മഹാനായ അബ്ദുൽ ഖാദർ ഹാജി മഹാനവറുകളാണ് ഇതിന് തുടക്കം കുറിച്ചത്. വളരെ സരളവും ഹാസ്യാത്മകവുമായ രീതിയിൽ എല്ലാ കുട്ടികളെയും ഏറെ ശ്രദ്ധിച്ചിട്ടാണ് ഉസ്താദിന്റെ അധ്യാപന രീതി. എന്നാൽ ആരെങ്കിലും എന്തെങ്കിലും അനിഷ്ടങ്ങൾ ചെയ്താൽ അത് ഉടനെ എടുത്തുകാട്ടി ഉപദേശിക്കുന്ന ഉസ്താദ് തർബീയത്തിന്റെ ഉത്തമവും ഉദാത്തവുമായ ഉദാഹരണമായിരുന്നു. കണ്ടമാനം കിതാബുണ്ട്. കണ്ടമാനം പിന്നെ അതും പറയുന്നത് നല്ല ധീരനാണ്. ആർക്കും ഒരു ഇഞ്ചി വിട്ടുകൊടുക്കില്ല ദീന്റെ കാര്യത്തിൽ. ഇവരെ മൂന്നാളെയും സമസ്തക്ക് വേണ്ടി പല ആര്യങ്ങളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അബ്ദുൽ ഖാദർ ആവശ്യപ്പെട്ടിരിക്കുന്നത് സമസ്തയിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്, മേമസിന്റെ ആവശ്യപ്പെട്ടിരിക്കുന്നത്, അബ്ദുറഹ്മാന്റെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സമസ്തക്ക് അങ്ങായിട്ട് കയറി നിന്നിട്ടില്ല. എന്നാലും സമസ്തന്റെ ആളാണ്. ഇന്ത്യക്കകത്തും പുറത്തുമായി ഒരുപാട് മഹനീയ സദസ്സുകളിൽ പ്രഭാഷണങ്ങളുടെ ഇടിമീക്കം സൃഷ്ടിച്ച അക്കാലത്തെ ഒരു അസാമാന്യ പ്രതിഭയായിരുന്നു ഉസ്താദ്. കൈരളി മുസ്ലിം ഉമ്മത്തിന്റെ ആദർശ സംഘടനയായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയോട് ഏറെ സഹവർത്തിത്വം പുലർത്തിയ വ്യക്തിയായിരുന്നു മഹാനവറുകൾ. സമുദായത്തിന് ഇഹപര ഗുണകാംക്ഷിയായ ഉസ്താദ് ഗാർഹിക കാര്യങ്ങളിലും ഏറെ ശ്രദ്ധാലുവായിരുന്നു. തന്റെ മക്കളെയും കുടുംബത്തെയും തർബിയത്ത് ചെയ്യുവാൻ വേണ്ടിയും അദ്ദേഹം സമയം കണ്ടെത്തിയിരുന്നു. കുറിച്ച് ഓർക്കുന്ന ഈ പ്രത്യേക സന്ദർഭത്തിൽ പറയാനുള്ളത്, ഇപ്പോൾ ഒരു ശീലം എന്ന് പറഞ്ഞാൽ പരിപാടികളൊന്നും ഇല്ലാത്ത ദിവസങ്ങളിൽ നിശാസ്കാരം കഴിഞ്ഞാൽ പെട്ടെന്ന് ഉറങ്ങുന്നൊരു ശീലമുണ്ട്. അതുപോലെ തന്നെ എഴുന്നേൽക്കുന്നത് വളരെ നേരത്തെ എഴുന്നേൽക്കും. ഒരു 3 മണിക്കൊക്കെ അധിക സമയങ്ങളിൽ എണീക്കുന്നതാണ്. 3 മണിക്ക് എണീറ്റതിന് ശേഷം ഖുർആൻ തഹജ്ജുദ് കഴിഞ്ഞതിന് ശേഷം ഖുർആൻ പാരായണത്തിനായിട്ട് നിൽക്കും. പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളും വീട്ടിലുള്ളവർക്ക് എഴുന്നേൽക്കുമ്പോൾ തന്നെ ഉപ്പായുടെ ഖുർആൻ പാരായണം കേട്ടുകൊണ്ടാണ് എഴുന്നേൽക്കുക. പ്രഭാഷണ പ്രാഗൽഭ്യം കൊണ്ടും നേതൃപദവി കൊണ്ടും 4 പതിറ്റാണ്ടിലേറെ കാലം ജനങ്ങളെ സന്മാർഗത്തിലേക്ക് വഴിനടത്തിയ ആ മഹാമനീഷി കുറുവങ്ങോത്ത് മഹല്ലുകാരുടെ മനസ്സാന്തരങ്ങളിൽ നികത്താനാകാത്ത വിടവ് തീർത്ത് രോഗശൈലിയിലേക്ക് പതിയെ അകലുകയാണ്. രോഗശൈലിയിൽ പോലും തന്റെ സമുദായത്തിന്റെ ദീനീ കാര്യങ്ങളിൽ വ്യാപൃതനായിരുന്ന ജനങ്ങളുടെ ഖാദിയായി 2020 ജൂലൈ 7 പെരിയോന്റെ വിളിക്കുത്തരം നൽകി അവനിലേക്ക് മടങ്ങി. മരണമെന്ന സത്യം അംഗീകരിക്കാനാവാത്ത ജനമനസ്സുകൾക്ക് തണലായത് ഉസ്താദ് തീർത്തുവച്ച മൻഹജുർ റഷാദ് ഇസ്ലാമിക് കോളേജ് എന്ന സ്ഥാപനവും കർണപുടങ്ങളിൽ സുസ്ഥിരമായ ഉസ്താദിന്റെ പ്രഭാഷണത്തിന്റെ മുഴക്കവും മാത്രമാണ്.